ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വന്നോതിഭിः സീദസാദനം. പ്രണോ ദേവി സരസ്വതി വാജേഭിർവാജിനീവതി. ധീനാമവിത്രയവതു ഗണേശായ നമഃ. സരസ്വത്यै നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. നമ്മള് തൈത്തിരീയോപനിഷത്തിന്റെ രണ്ടാം വല്ലി, ബ്രഹ്മവല്ലി എന്നുള്ള ഭാഗം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ശങ്കരാചാര്യസ്വാമിയുടെ സിദ്ധാന്തങ്ങളെ അദ്ദേഹം അവതരിപ്പിക്കുന്നതായിട്ടാണ് ഇപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനത്തെയും കർമ്മത്തെയും കുറിച്ചുള്ള ഒരു വിചാരം, ഡിസ്കഷൻ ആണ് നടക്കുന്നത്. പരമ പുരുഷാർത്ഥ സാധന വിഷയേ ചിന്ത, അതാണ് നമ്മൾ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതില് കഴിഞ്ഞ ദിവസം പൂർവപക്ഷികള് ഒരഭിപ്രായം പറഞ്ഞു. അഖില വേദ കർമ്മപരഃ, വേദ കൃഷ്ണസഹ അധിഗന്തവ്യഃ, വിദ്വാൻ യജതി, വിദ്വാൻ യാചയതി, ജ്ഞാത്വാച അനുഷ്ഠാനം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ വാദിച്ചു കർമ്മം ചെയ്യണം എന്ന്. ജ്ഞാനകാന്ഡം മാത്രം പോരെ, ഇത് മുഴുവൻ പഠിക്കണം എന്ന് പറഞ്ഞത് എന്തിനാണ്? കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. കർമ്മത്തിന് കർമ്മകാണ്ഡവും എന്ന് പറയുമ്പോൾ വേദം കർമ്മപരം എന്ന വാക്യമുള്ളത് കൊണ്ട് കർമ്മം മാത്രം മതി എന്ന് അവര് വാദിക്കുന്നു. അതിന് ശങ്കരാചാര്യസ്വാമികള് അതിനെ എതിർത്തുകൊണ്ട് പറയുകയാണ്, അങ്ങനെയല്ല, എന്താണ് ആ പറഞ്ഞതിന്റെ സാരം എന്ന് യുക്തിയുക്തമായിട്ട് ശങ്കരാചാര്യസ്വാമി പറഞ്ഞു മനസ്സിലാക്കുന്നു. അവര് പറയുന്നു, താങ്കൾ പറയുന്നു വേദം മുഴുവൻ പഠിച്ച് കർമ്മം ചെയ്ത് മോക്ഷം എന്ന്. അതാണ് ഇപ്പൊ പറയുന്നവര്. വേദം മുഴുവൻ, അതായത് അഖില വേദ കർമ്മപരഃ എന്നിവർ പറഞ്ഞു. വേദം മുഴുവൻ പഠിച്ച് കർമ്മം ചെയ്ത് മോക്ഷം എന്ന്. പക്ഷേ വേദം രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് എന്നാണ് ശങ്കരാചാര്യസ്വാമി പറയുന്നത്. അത് മനസ്സിലാക്കണം എന്ന് പറയുന്നു. രണ്ട് സാധനങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് വേദം പറയുന്നു. എന്തൊക്കെയാണത്? മനനം, നിധിധ്യാസനം. മനനവും നിധിധ്യാസനവും ചെയ്തിരിക്കണം എന്ന് വേദം പറയുന്നുണ്ട്. വേദം മുഴുവൻ ശ്രവണം ചെയ്താൽ മോക്ഷം എന്നാണെങ്കിൽ, ഇപ്പൊ അവര് പറഞ്ഞ പോലെ അഖില വേദ കർമ്മപരഃ എന്ന് പറയുമ്പോൾ വേദം മുഴുവൻ എന്നവര് പറഞ്ഞു. ജ്ഞാത്വാച അനുഷ്ഠാനം എന്നൊക്കെ പറഞ്ഞാണ് അവർ വാദിക്കുന്നത്. അപ്പൊ പറയുന്നു വേദം മുഴുവൻ ശ്രവണം ചെയ്താൽ മോക്ഷം കിട്ടുമെങ്കിൽ ഈ മനനോ നിധിധ്യാസനോ ഒക്കെ എന്തിനാണ് വേദത്തിൽ വെറുതെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ വെറുതെ വേദത്തിലൊന്നും പറയില്ലല്ലോ. വേദം വെറുതെ ഒരു വാക്കും പറയില്ല. മനനോ നിധിധ്യാസനോ വേദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വെറുതെ വേദം കേട്ടുകൊണ്ടാൽ, ഫുള്ളായിട്ടുള്ള വേദം മുഴുവൻ കേട്ടാൽ, കർമ്മം ചെയ്താൽ മോക്ഷം ലഭിക്കില്ല. ഈ കാരണങ്ങളും കൂടെ നോക്കണം, ഈ കാര്യങ്ങളും കൂടെ നോക്കണം. വേദം ആവശ്യമില്ലാത്തത് പറഞ്ഞു എന്ന് വരും ഇത് രണ്ടും എടുത്തില്ലെങ്കിൽ. അത് വരുന്നത് മഹാ തെറ്റല്ലേ? അങ്ങനെ ഒരിക്കലും വരില്ലല്ലോ. അത് അപരാധമാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. അപ്പോ മനനം നിധിധ്യാസനം എന്നിവ മോക്ഷത്തിലേക്ക് നയിക്കും എന്നും വേദം പറയുന്നു. അപ്പൊ പിന്നെ അത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല. അതുകൊണ്ട് ഈ താങ്കളുടെ ഈ വാദം അത് എടുത്താൽ ഈ രണ്ട് കാര്യം വെറുതെ എന്നായി പോകും. അങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം വേദം ഒരിക്കലും പറയില്ല. അങ്ങനെ പറയാത്തത് കൊണ്ട്
താങ്കളുടെ വാദം വേദം മുഴുവൻ വെറുതെ പഠിച്ചാൽ മതി എന്നിട്ട് കർമ്മം ചെയ്ത് മോക്ഷം നേടാം എന്നത് തെറ്റാണ് എന്നിവിടെ സ്വാമികള് സ്ഥാപിച്ചു. പിന്നെന്തിനാണ് മുഴുവൻ വേദവും പഠിക്കണം എന്ന് പറഞ്ഞത് എന്നാണെങ്കിൽ, വേദപഠനത്തിൽ അർത്ഥമറിയുന്നതിന് ആദ്യം ശബ്ദഗ്രഹണം ഉത്തമം. മുഴുവൻ വേദവും പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മുഴുവൻ വേദവും പഠിക്കണം എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേദപഠനത്തിന് അർത്ഥമറിയണം. വേദം പഠിക്കുമ്പോൾ അത് പറഞ്ഞത് നിർബന്ധമായിട്ടും അർത്ഥഗ്രഹണം നിർബന്ധമാണ്. അപ്പോ എന്നാലേ ജ്ഞാനം ലഭിക്കുള്ളൂ. അപ്പോ അർത്ഥഗ്രഹണത്തിന് ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യമേ അർത്ഥം പഠിക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യം ശബ്ദഗ്രഹണം ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട്. തൈത്തിരീയോപനിഷത്ത് ആകണമെങ്കിൽ അർത്ഥം പറഞ്ഞു തരുമ്പോൾ വേഗം മനസ്സിലാകും. മനപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മളിത് പറഞ്ഞാണ്, ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം. എന്തിനാണ് ശബ്ദത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വേദം എന്തിനിങ്ങനെ പഠിക്കുന്നു? കുറെ വർഷം വെറുതെ ഉരുവിട്ട് പഠിക്കും. അതിനുശേഷം ഇത് ഉള്ളിൽ ഉറച്ച ശേഷം ഈ ശബ്ദഗ്രഹണം വന്ന ശേഷം ഓരോ പദമായിട്ട് എടുത്ത് പറഞ്ഞ് അർത്ഥം പറഞ്ഞു തരുമ്പോൾ വേഗം മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടാണ് വേദം മുഴുവൻ പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കർമ്മം ചെയ്ത് അങ്ങനെ മോക്ഷം കിട്ടും എന്നുള്ളതിനല്ല എന്ന് സ്വാമി ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ മനപ്പാടമാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു എൻജോയ്മെന്റ് ഉണ്ടാവും. അർത്ഥം പറയുമ്പോൾ എൻജോയ് ചെയ്യും. തീർച്ചയായിട്ടും അതിനെ നമ്മൾ അത് വളരെ ആസ്വദിച്ച് നമ്മൾ ഇതിനർത്ഥം മനസ്സിലാക്കും. മനപ്പാടം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇതുണ്ടാവില്ല. അപ്പൊ തപ്പണ്ടി വരും. എന്താണ്. അപ്പോ മനന നിധിധ്യാസനത്തിനും അധ്യയനം വേണം. മനനം ചെയ്യണമെങ്കിൽ ഇത് അധ്യയനം ചെയ്താലേ പറ്റുള്ളൂ. നിധിധ്യാസനം ചെയ്യണമെങ്കിലും ഇതെല്ലാം അധ്യയനം ചെയ്താലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് അധ്യയനം ചെയ്ത് അതുകൊണ്ട് കർമ്മം ചെയ്താൽ മാത്രം മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിയല്ല. വേദം കർമ്മപരമാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നത് ശരിയല്ല എന്ന് സ്വാമി അവിടെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി. പിന്നെ ഒരു ഉത്തരവും കൂടെ സ്വാമി പറഞ്ഞു. രണ്ടാമത് രണ്ട് രീതിയിലാണ് അതിനെ യുക്തിയുക്തമായിട്ട് പറയുന്നത്. രണ്ടാമത് പറയുന്നത്, കർമ്മം അനിത്യമായ ദ്രവ്യങ്ങളെ ഉപയോഗിച്ചുള്ളതാണ്. വളരെ യുക്തിയുക്തമാണ് പറയുന്നത്. കർമ്മങ്ങൾ ചെയ്യുന്നത്, കർമാദി എന്ന് പറയുന്നതാണ് യാഗാദികൾ. അതാണ് കർമ്മം. യാഗാദികൾ ചെയ്യുന്നത് അനിത്യമായ ദ്രവ്യങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. യാഗത്തിനും പൂജയ്ക്കും എല്ലാം എന്താണ് ഉപയോഗിക്കുന്നത്? ധാരാളം ദ്രവ്യങ്ങൾ ഉപയോഗിക്കും. പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിക്കും. ഈ ദ്രവ്യങ്ങളെല്ലാം നിത്യമാണോ അതോ അനിത്യമാണോ? ചിന്തിക്കണം. ഇനിയിപ്പോ നമ്മൾ കൂടുതൽ ശക്തമായ ചിന്തയിലേക്കാണ് പോകുന്നത്. അപ്പൊ അത് നന്നായിട്ട് ആഴത്തില് ചിന്തിക്കണം അതിനെ കുറിച്ച്. അനിത്യം നിത്യം ഇതൊക്കെ വരും ഇനി മുന്നോട്ട് പോകും തോറും. അപ്പോ അനിത്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യുന്നു. അനിത്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് കൂടുതലായിട്ട് ഗ്രഹിച്ചോണം. എന്തെങ്കിലും അഡീഷണൽ റീഡിംഗ് ഒക്കെ വേണമെങ്കിൽ ചെയ്തോണം. അനിത്യമല്ലല്ലോ, നമ്മൾ കാണുന്നുണ്ടല്ലോ, നെയ്യുണ്ടല്ലോ, പാത്രമുണ്ടല്ലോ എന്നൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല. അതൊന്നും നിത്യമല്ല. എല്ലാം അനിത്യമാണ്. ഉണ്ടാകുന്നതെല്ലാം നശിച്ചിരിക്കും. അതാണ് അനിത്യം എന്ന് പറയുന്നതിന്റെ സംഭവം. അപ്പോ അനിത്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മം നിത്യമായ മോക്ഷത്തെ തരില്ല. നിത്യമായത് മോക്ഷം, നിത്യമായത് ബ്രഹ്മം. ബാക്കിയെല്ലാം അനിത്യം, ഉണ്ടായി നശിക്കുന്നതാണ്. അപ്പോ ഉണ്ടായി നശിക്കുന്ന ഒരു വസ്തു നിത്യമായ ഒരു കാര്യത്തെ തരില്ല. അതെങ്ങനെയാ സാധിക്കുന്നത്? ഞാൻ തന്നെ നശിക്കുന്നതാണ്, പിന്നെ ഞാൻ എങ്ങനെ അനിത്യത്തെ കൊടുക്കും? പറ്റില്ലല്ലോ. ഞാൻ അനിത്യനാണെങ്കിലല്ലേ അനിത്യത്തെ തരാൻ പറ്റുള്ളൂ. അപ്പോ കർമ്മം നിത്യമായ മോക്ഷത്തെ തരില്ല. കാരണം കർമ്മം ചെയ്യപ്പെടുന്നത് അനിത്യമായ വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ടാണ്. ബാക്കിയൊക്കെ കിട്ടും, ഫലം കിട്ടും. കർമ്മം ചെയ്യുമ്പോൾ ഫലം കിട്ടും, ഇല്ലേ? ഇപ്പോ പുത്രകാമേഷ്ടി ചെയ്തു, പുത്രനുണ്ടാവുന്നു. മഴ പെയ്യാൻ വേണ്ടി യാഗം ചെയ്യുന്നു, മഴ പെയ്യുന്നു. രാജസൂയം കഴിക്കുന്നു, അങ്ങനെ രാജാക്കന്മാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നു. പല പല യാഗങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. ഒരുപാട് യാഗങ്ങള് നമ്മൾ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഫലമുണ്ടാവും. മോക്ഷം എന്ന ഫലത്തെ ചെയ്യാൻ ഒരു യാഗവും ഇല്ല. കാരണം അനിത്യമായ വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് മോക്ഷത്തെ സമ്പാദിക്കാൻ സാധിക്കില്ല,
സമ്പാദ്യം എന്നുള്ള വാക്യ തെറ്റാണ്. മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. മോക്ഷം ഉണ്ടാക്കുന്ന സാധനമല്ല മോക്ഷം, ഉണ്ടാകുന്നതെല്ലാം നശിക്കും. അപ്പൊ അനിത്യത്തിൽ നിന്ന് നിത്യം ഉണ്ടാകില്ല. കർമ്മം കൊണ്ട് അനിത്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് ഒരു സാമാന്യ അറിവാണ്. കർമ്മഫലം അനിത്യമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. കർമ്മഫലം അനിത്യം എന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. യത് കൃതകം തത് അനിത്യം എന്നൊരു വാക്കുണ്ട്. യത് കൃതകം തത് അനിത്യം. നാശമില്ലാത്ത ഒന്നിനെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. കാലം കൊണ്ടുണ്ടാകുന്നത് കാലം കൊണ്ട് നശിക്കും. അതുകൊണ്ട് അനിത്യം മാത്രം പ്രദാനം ചെയ്യുന്ന കർമാദികൾ നിത്യമായ മോക്ഷത്തെ തരില്ല എന്ന് ശങ്കരാചാര്യസ്വാമികൾ വളരെ ഭംഗിയായിട്ട് രണ്ട് കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, ജ്ഞാനസഹായത്തോടെ മോക്ഷം തരില്ലേ? നേരത്തെ കർമ്മം മാത്രം എന്ന് പറഞ്ഞു. ഇപ്പൊ ചോദിക്കുന്നു, കുറച്ചുകൂടെ താഴോട്ട് വന്നു അദ്ദേഹം. ആര്? പൂർവപക്ഷികള്. ശരി, ആദ്യം പറഞ്ഞത് കുറച്ച് മനസ്സിലായി. അപ്പൊ അവര് പറയാണ്, ശരി, കർമ്മം ജ്ഞാനസഹായത്തോടെ, ജ്ഞാനം വേണമെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ജ്ഞാനസഹായത്തോടു കൂടി മോക്ഷം തരില്ലേ കർമ്മം? കർമ്മത്തിൽ തന്നെയാ പിടിക്കുന്നേ, ഓർത്തോണം. കർമ്മത്തിൽ തന്നെ അവര് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യം കർമ്മം മാത്രം എന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു കർമ്മം മാത്രം എന്ന് ഞങ്ങൾ പറഞ്ഞു. ശരി, ഓക്കെ, കർമ്മവും ജ്ഞാനസഹായത്തോടു കൂടി ആയാൽ പോരെ എന്ന് ചോദിക്കാം. അപ്പോ കർമ്മം പ്രധാനമായും ജ്ഞാനം അംഗമായിട്ടും ഉപയോഗിക്കും. കർമ്മത്തെയാണ് മെയിനായിട്ട് പ്രൊജക്ട് ചെയ്യുന്നത്, ജ്ഞാനത്തെ അതിൻ്റെ ഒരു അംഗമായിട്ട് എടുത്തു. അങ്ങനെ ആയ പറ്റില്ലേ എന്നവർ ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു, അപ്പൊ അവര് അതിന് പറഞ്ഞൊരു ഉദാഹരണം, സുഗ്രീവൻ ശ്രീരാമേന്ദ്രസ്വാമിയുടെ സഹായത്തോടെ അല്ലേ ഭാര്യയെ അനുഗ്രഹിച്ച്? അതാണ് ഒരു ഉദാഹരണം പറയുന്നത്. ശക്തി പകർന്ന ആൾ ശ്രീരാമേന്ദ്രസ്വാമി അല്ലേ, സുഗ്രീവനല്ലേ അവിടെ യുദ്ധം ചെയ്തത്? ശക്തി പകർന്ന് സ്വാമിയുടെ സഹായത്തോടു കൂടി ഭാര്യയെ കൊന്നു. ഭഗവാൻ തന്നെയാണ് കൊന്നതെങ്കിലും സഹായത്തോടു കൂടെ അല്ലേ എന്നുള്ളതാണ്, സുഗ്രീവന്റെ ആവശ്യമനുസരിച്ച് എന്നുള്ളതാണ് അവിടെ അവർ പറഞ്ഞൊരു ഉദാഹരണം. അപ്പോ സ്വാമി അതിനൊരു മറുപടി പറയുമ്പോൾ അതിനു മുമ്പ് അവർ ഒരു ഉദാഹരണം കൂടെ അവർ പറഞ്ഞു. വിഷവും തൈരും ഉള്ളൊരു ഉദാഹരണം പണ്ട് ഗുരുക്കന്മാരൊക്കെ പറയാറുണ്ട്. വിഷവും തൈരും കൂടെ ചേർത്തിട്ട് ഒരു ചികിത്സാവിധി ഉണ്ടത്രേ. അതില് തൈരില് ഒരു ഡ്രോപ്പ് വിഷം കലർത്തി ഔഷധമായിട്ട് ചില രോഗങ്ങൾക്ക് കൊടുക്കും. ഈ കാലത്തെ കാര്യങ്ങളല്ല, ഇതൊക്കെ ആ വൈദിക കാലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. തൈരില് ഒരു ഡ്രോപ്പ് വിഷം കലർത്തി ഔഷധമായിട്ട് ചില രോഗങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോ എന്താ ചെയ്യണേ? ഇപ്പൊ നമ്മളെടുക്കുന്ന ഇഞ്ചക്ഷൻ എന്താണ്? കോവിഡിന് വേണ്ടി എടുക്കുന്നത് പ്രതിരോധ ഇപ്പൊ എടുക്കുന്ന അതിനകത്ത് ഇതേ തന്നെ. പേപ്പട്ടി വിഷത്തിന് എന്താ ചെയ്യുക? അതേമാതിരി പാമ്പ് വിഷത്തിന് എന്താ ചെയ്യുക? വിഷം തന്നെ, ആന്റിവിനിൻ, അത് തന്നെയല്ലേ കുത്തിവെക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി പണ്ട് ചില അസുഖങ്ങൾക്ക് ഒരു ഡ്രോപ്പ് വിഷം തൈരിൽ കലക്കി കൊടുക്കുമായിരുന്നു. ഇപ്പൊ ആധുനിക വിഷചികിത്സയും അങ്ങനെ തന്നെയാണ്. പണ്ട് മന്ത്രജപത്തോടു കൂടി ആണ് ഇത് ചെയ്തിരുന്നത്. മന്ത്രജപവും കൂടെ ചെയ്തിട്ടാണ് ഇത് കൊടുത്തിരുന്നത്. പിന്നെ തൈര് തനിയെ കഴിച്ചാലും നല്ലതാണോ? തൈര് തനിയെ കഴിച്ചാൽ നല്ലതല്ലെന്നാ പറയുന്നത്. തനിയെ തൈര് കഴിച്ചാൽ അത്ര നല്ലതല്ല. സ്വല്പം പഞ്ചസാര കൂടെ ചേർത്ത് കഴിച്ചാൽ വളരെ നന്നായി. അപ്പൊ ഈ ലസ്സി എന്ന് പറയുന്ന സങ്കല്പം പണ്ട് വേദകാലത്തെ ഉണ്ട് എന്നാണ് പറയുന്നത്. അന്ന് തന്നെ തൈരിന്റെ കൂടെ പഞ്ചസാര കൂട്ടിയിട്ട് വയറിന് നല്ല രീതിയിൽ കഴിക്കുമായിരുന്നു എന്ന് പറയും. ഇത് പറഞ്ഞത് എന്താ വെച്ചാൽ കർമ്മവും ജ്ഞാനവും കൂടിയുള്ള മിക്സിങ്ങിനാണ് ഈ പറയുന്നത്, വേറൊന്നുമല്ല. അതിനൊരു ചെറിയൊരു ഉദാഹരണം ചുമ്മാ തമാശ രൂപത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ കർമ്മത്തിന്റെ കൂടെ കുറച്ച് ജ്ഞാനവും കൂടി ചേർത്ത് മോക്ഷം സമ്പാദിക്കാമല്ലോ എന്നാണ് ചോദ്യം. അപ്പൊ ശങ്കരാചാര്യര് അതിന് മറുപടി പറയുന്നു, കർമ്മം എവിടെ ചേർത്താലും അനിത്യമാണ് ഫലം. എവിടെ ചേർത്താലും കർമ്മം അനിത്യമാണ്, ഫലം തരുള്ളൂ, സംശയിക്കണ്ട. ജ്ഞാനത്തോടു കൂടിയാണെങ്കിലും
കർമ്മഫലം അനിത്യം തന്നെയാണ്. ജ്ഞാനത്തോടു കൂടിയാണെങ്കിലും കർമ്മം എന്നൊരു സംഭവം ചെയ്താൽ അതിന്റെ ഫലം അനിത്യമായിട്ടുള്ള ഫലത്തെയേ അത് തരുള്ളൂ. ആരഭ്യതേ ചേത് അനിത്യഃ, പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ആരഭ്യതേ ചേത് അനിത്യഃ, ചെയ്യപ്പെട്ടത്, തുടങ്ങപ്പെട്ടത്, ഒരു കാര്യം തുടങ്ങി അത് ഫിനിഷ് ചെയ്തു എന്ന് വന്നാൽ അത് അനിത്യമായിരിക്കും. കാരണം അത് ചെയ്യുന്നതാണ്, ചെയ്യപ്പെടുന്നത്, ആരംഭിക്കപ്പെടുന്നത്, അതെല്ലാം അനിത്യമാണ്. മോക്ഷം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. മോക്ഷം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഉണ്ടാക്കുന്നതെല്ലാം നശിക്കുകയും ചെയ്യും. അപ്പോ ഉണ്ടാക്കുന്നത് നശിക്കും. ഇതൊന്നും ലൗകിക രീതിയിലുള്ള കാര്യങ്ങളായിട്ട് വാക്കുകളും അർത്ഥങ്ങളും എടുക്കരുത്. ഇത് നല്ല കട്ടിയായിട്ടുള്ള ആത്മീയ ചിന്തയാണ്. ഇത്രയും നാളും പഠിച്ചത് കൊണ്ട് ഇപ്പൊ 2 വർഷമാകാൻ പോകുന്നു. അപ്പോ അതിന്റെ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവണം ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും കേൾക്കുമ്പോഴും. അപ്പോ ഉണ്ടാകുന്നതെല്ലാം നശിക്കും. ഒരു കാര്യം ആരംഭിച്ചാൽ അതിന് അവസാനം ഉണ്ടാകും. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടോ? ഡേറ്റ് ഓഫ് ഡെത്തും ഉറപ്പാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉറപ്പാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സ്വാമി പറയുന്നത്. അടുത്തൊരു കാര്യം പറയുന്നു, സ്വർഗലോകെ ഭയം കിഞ്ചിത് നാസ്തി എന്നൊരു ചൊല്ലുണ്ട്. ഇത് പൂർവപക്ഷക്കാര് പറയുന്നത്. സ്വർഗലോകെ ഭയം കിഞ്ചിത് നാസ്തി. ശാസ്ത്രം പറയുന്നതിനാൽ അത് തള്ളിക്കളയേണ്ടതല്ലോ എന്നാണ് പൂർവപക്ഷക്കാര് പറയുന്നത്. വചനം ജ്ഞാപകം ന കാരകം. വേദവചനം ഉള്ളതേ പറയൂ, ഇല്ലാത്തതിനെ വേദം പറയില്ല. വചനം ജ്ഞാപകം ന കാരകം, ഉൽപ്പത്തി ഉണ്ടാക്കില്ല. നമ്മുടെ വായയിൽ നിന്ന് ഒന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഉള്ളതിനെ പറഞ്ഞു കൊടുക്കാനേ സാധിക്കുള്ളൂ. എങ്ങനെ? ലൈറ്റ് ഒരു വസ്തുവിനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഉള്ള ഒരു വസ്തുവിനെ നമുക്ക് കാണിച്ചു തരും, ഗോചരമാക്കി തരും. നമുക്ക് കാണാവുന്ന രീതിയിൽ ആ പ്രകാശം നമ്മളെ കാണിച്ചു തരും. വേദവചനം ഉൽപ്പത്തി ഉണ്ടാക്കില്ല. വേദവചനം ഒരിക്കലും വേദവാക്യങ്ങൾ ഉൽപ്പത്തി ഉണ്ടാക്കത്തില്ല. കർമ്മം ഉൽപ്പത്തി ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് സ്വാമി പറഞ്ഞത്. വേദവചനം ഒരിക്കലും ഒരു ഉൽപ്പത്തി ഉണ്ടാക്കില്ല, കർമ്മം ഉൽപ്പത്തി ഉണ്ടാക്കും. വചനം എന്ന് പറഞ്ഞാൽ ജ്ഞാപകമാണ്, കാരകം. വേദവചനം ഉള്ളതേ പറയൂ, ഇല്ലാത്തതിനെ പറയില്ല. വേദവചനം ഉൽപ്പത്തി ഉണ്ടാക്കില്ല. അങ്ങനെ ഈ 2 കാര്യങ്ങളെ കൊണ്ട് കർമ്മം ജ്ഞാനസഹായത്തോടെ മോക്ഷം തരില്ല എന്ന് അവിടെ സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ചോദ്യം പൂർവപക്ഷിക്കാർ തന്നെ പറയുന്നു. ശരി, ആദ്യത്തേതിൽ നിന്ന് കർമ്മം മാത്രം എന്നുള്ളതിൽ നിന്ന് ഇവർ പിൻവാങ്ങി. കർമ്മവും ചെറിയ ജ്ഞാനവും അതിൽ നിന്നും പിൻവാങ്ങി. ഇപ്പൊ പറയുന്ന ഒരു കാര്യം ചെയ്യാം, കർമ്മവും ജ്ഞാനവും സമമായിട്ട് എടുക്കാം. രണ്ടും ഒരുപോലെ എടുത്തേക്കാം. ജ്ഞാനം കുറവാണെന്നാണല്ലോ പറഞ്ഞത്. ശരി, കർമ്മവും ജ്ഞാനവും സമമായിട്ട് എടുക്കാം. അപ്പൊ മോക്ഷം കിട്ടില്ലേ? അത് മോക്ഷം പ്രദാനം ചെയ്യില്ലേ? അതിന് ഒരേ മറുപടി തന്നെയാ സ്വാമി പറഞ്ഞ്. ശങ്കരാചാര്യസ്വാമികള് അതിന് ഒരേ മറുപടി തന്നെയാ പറഞ്ഞേ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താ കാര്യം? ഏതെന്നാണോ ആരംഭിക്കപ്പെടുന്നത് അത് അനിത്യമാണ്. ആരംഭിക്കപ്പെട്ടത് അനിത്യമായിരിക്കും, സംശയമില്ലല്ലോ. അപ്പൊ പിന്നെ വേറെ ഇവിടെ കർമ്മത്തെ മിക്സ് ചെയ്താൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കർമ്മത്തെ ഇവിടെ തൊട്ടാൽ മോക്ഷം കിട്ടില്ല, സംശയിക്കേ വേണ്ട. അപ്പോ ശാസ്ത്രത്തില് പല വിധത്തിലുള്ള ഫലങ്ങൾ പറയപ്പെടുന്നുണ്ട്. പല തരത്തിലുള്ള ബ്രഹ്മലോക പ്രാപ്തിയെ പറയുന്നുണ്ട്. പലതരത്തില് നാഡി
ഇല്ലേ, നമ്മൾ പറഞ്ഞല്ലോ ശീർഷകപാലെ എന്നൊക്കെ പറഞ്ഞില്ലേ ആദ്യം കർമ്മഭാഗം വായിക്കുമ്പോ. തലയിലെ ഇത് ഇവിടുത്തെ കൂടെ സുഷുമ്നി കൂടി ഇത് വഴി തൊണ്ടയുടെ മുകളിലുള്ള ഇത് പോയി തലയുടെ ഉച്ചിയിലുള്ള രോമം മുളയ്ക്കുന്ന സ്ഥലത്തുള്ള നാഡിയിൽ കൂടി പുറത്തേക്ക് കടന്നാൽ ബ്രഹ്മലോകം എത്തും എന്നൊക്കെ പറഞ്ഞല്ലോ. പലതരം ഉപാസനകളെ പറഞ്ഞല്ലോ. നല്ല ലോകം കിട്ടും എന്ന് പറഞ്ഞു എന്ന് നേരത്തെ നമ്മൾ കഴിഞ്ഞ തൈത്തിരീയോപനിഷത്തിന്റെ തന്നെ ആദ്യത്തെ ഭാഗം കർമ്മഭാഗം എന്ന് പറയപ്പെടുന്ന ആ ഭാഗത്ത് നമ്മൾ വായിച്ചു. അതൊക്കെ ബ്രഹ്മലോകം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഹിരണ്യഗർഭന്റെ കഴിഞ്ഞിട്ട് ബ്രഹ്മലോകം പറഞ്ഞു. അത് മോക്ഷമല്ലേ എന്നാണ് ഇപ്പൊ ഇവര് ചോദിക്കുന്നത്. അങ്ങനെ തൈത്തിരീയോപനിഷത്ത് തന്നെ പറഞ്ഞ ആ ഹിരണ്യഗർഭത്തിന്റെ അവിടെ എത്തുന്ന ആ ഒരു മോക്ഷം അത് ബ്രഹ്മലോകമല്ലേ? അപ്പൊ ശങ്കരാചാര്യർ അതിന് മറുപടി പറയുന്നു, രണ്ട് തരം ബ്രഹ്മമുണ്ട്. രണ്ട് തരം. ആ ബ്രഹ്മലോകം എന്ന് പറഞ്ഞ രണ്ട് തരമുണ്ട്. അപരബ്രഹ്മം, പരബ്രഹ്മം. ശങ്കരാചാര്യരാണ് പറഞ്ഞിരിക്കുന്നത്. അപരബ്രഹ്മം, പരബ്രഹ്മം. ജ്ഞാനകർമ്മ സമുച്ചയ ഫലം അപരബ്രഹ്മത്തെയെ പ്രാപ്തമാക്കാൻ സഹായിക്കുള്ളൂ. ജ്ഞാനകർമ്മ സമുച്ചയം, സമുച്ചയം എന്ന് പറഞ്ഞാൽ സമമായിട്ട്. ജ്ഞാനകർമ്മ സമുച്ചയ ഫലം, ഇത് രണ്ടും കൂടി ഒന്നിച്ചു ഉപയോഗിക്കുന്നതിനാണ് സമുച്ചയം എന്ന് പറയുന്നത്. ഒരേപോലെ, ഈക്വൽ ഈക്വൽ. അപ്പൊ അങ്ങനെ ആ സമുച്ചയ ഫലം അപരബ്രഹ്മത്തെ തരുള്ളൂ. അങ്ങനെ പറയുന്നതെല്ലാം ഫലം തരുന്നുണ്ടല്ലോ. ഹിരണ്യഗർഭപ്രാപ്തി അഥവാ ഈശ്വരപ്രാപ്തി. ഈശ്വരൻ നേരത്തെ നമ്മൾ അവിടെ പറഞ്ഞപ്പോ പറഞ്ഞു, ആ ഈശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ ദേവതാ സങ്കല്പങ്ങളിൽ പെട്ടതാണ്. അതെല്ലാം പ്രളയത്തില് സാക്ഷാൽ ബ്രഹ്മത്തിൽ ലയിക്കും. അരൂപിയായിട്ടുള്ള ആ നിർഗുണാവസ്ഥയിലേക്ക്, നിരാകാരാവസ്ഥയിലേക്ക് പോയി ലയിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആ നിരാകാരാവസ്ഥയാണ്, ആ നിർഗുണാവസ്ഥയാണ് ബ്രഹ്മപ്രാപ്തി. അതാണ് ശരിയായിട്ടുള്ള ബ്രഹ്മപ്രാപ്തി. ഈ പറഞ്ഞതൊന്നും നിർഗുണ ബ്രഹ്മപ്രാപ്തി അല്ല. അതുകൊണ്ട് സമുച്ചയം ഇവിടെ വിലപ്പോവില്ല. കർമ്മവും ജ്ഞാനവും സമമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇതുവരെ ശങ്കരാചാര്യര് അവര് പറയുന്നതിനൊക്കെ ഒന്ന് ഡിഫൻസിൽ നിന്നു. അവര് പറയുന്ന പൂർവപക്ഷികൾ പറയുന്നതിനെയൊക്കെ തടുത്താണ് സംസാരിച്ചത്. ഇനി ഒഫൻസിലേക്ക് വരും. അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ അങ്ങോട്ട് കൊടുക്കുകയാണ്, മുന്നോട്ട് വയ്ക്കുകയാണ് വളരെ ശക്തമായിട്ട്. ജ്ഞാനകർമ്മ സമുച്ചയം ഒരിക്കലും നടക്കില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. അങ്ങനെ പറയുന്നതേ തെറ്റ് എന്നാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയാനേ പാടില്ല. അങ്ങനെ പറയുന്ന വാക്യമേ തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭയങ്കരമായിട്ട് ശക്തമായിട്ട് ഉള്ളൊരു ഒഫൻസിലേക്ക് വന്നു. അങ്ങനെ പറയുന്നതേ തെറ്റ്. ഇവിടെ ആചാര്യൻ ഒരു ഭയങ്കര ഡൈവർഷനിലേക്ക് പോകും. നല്ലൊരു ഡൈവർഷൻ പോവാ. നേരത്തെ വളരെ സോഫ്റ്റ് ആയിട്ട് അവരെയൊക്കെ പറഞ്ഞ് അവര് പറയുന്നതിനെ എതിർത്ത് നിന്നു. ഇപ്പോ സ്വന്തം പക്ഷത്തെ ശക്തമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് അവതരിപ്പിക്കണം. ജ്ഞാനത്തെയും കർമ്മത്തെയും ചേർക്കാനേ പറ്റില്ല. വളരെ ശക്തമായിട്ട് പറഞ്ഞു. ജ്ഞാനകർമ്മ സമുച്ചയ അസംഭവ, അസംഭവമാണത്. ജ്ഞാനവും കർമ്മവും കൂടി കൂട്ടിക്കുഴയ്ക്കരുത്, നടക്കില്ല. ഉറപ്പിച്ചു പറഞ്ഞു ശങ്കരാചാര്യർ. എന്താണതിന് കാരണം? ജ്ഞാനസ്വരൂപം വേറെ, കർമ്മസ്വരൂപം വേറെ. രണ്ടും വേറെ വേറെ സ്വരൂപങ്ങളാണ്. അതിനെ ഒന്നിച്ചു നിർത്താൻ പറ്റില്ല. രണ്ടും വിരുദ്ധമായ സ്വരൂപങ്ങളാണ്. ജ്ഞാനസ്വരൂപവും കർമ്മസ്വരൂപവും വിരുദ്ധങ്ങളാണ്, ചേർക്കാൻ പറ്റില്ല. ഒരു കൂട്ടില് രണ്ട് പുലിയെ നമുക്കിടാം, ഇല്ലേ? ഒരു കൂട്ടിൽ രണ്ട് പുലി വളരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ടും അവിടെ കഴിഞ്ഞു കൂടും, കുഴപ്പമൊന്നുമില്ല. രണ്ട് ആടിനെ നമുക്ക് വേണമെങ്കിൽ ഒരു കൂട്ടിലിടാം, അതും അവിടെ കഴിഞ്ഞോളും. പക്ഷെ ഒരു പുലിയെയും ഒരു ആടിനെയും ഒരേ കൂട്ടിലിടാൻ പറ്റുമോ? രണ്ട് പുലിയെ ഒരു കൂട്ടിലിടാം, രണ്ട് ആടിനെ ഒരു കൂട്ടിലിടാം. ഒരു പുലിയെയും ഒരു ആടിനെയും ചേർത്ത് ഒരു കൂട്ടിലിട്ട് പറ്റുമോ നമുക്ക്? പറ്റില്ല. കാരണം കുറച്ച് കഴിയുമ്പോ
ഒരാൾ അതിനകത്ത് ആടുണ്ടാവില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധാരണ ഒരു കാര്യമാണ്. ഒന്ന് മറ്റൊന്നിനെ നശിപ്പിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ജ്ഞാനസ്വരൂപം എന്താ പറയുന്നേ? ജ്ഞാനസ്വരൂപം എന്താ പറയുന്നേ? ഞാൻ അകർത്ത, ഞാൻ അഭോക്ത. അതല്ലേ ജ്ഞാനസ്വരൂപം പറയുന്നേ? ഞാൻ കർത്താവല്ല, ഞാൻ ഭോക്താവല്ല. അങ്ങനെയാണല്ലോ സാക്ഷാത്കാരത്തിലേക്ക് എത്തുമ്പോ. ഞാൻ ഭോക്താവുമല്ല, ഞാൻ കർത്താവുമല്ല, ഞാൻ ആത്മായാണ്, ഈ ശരീരമല്ല. അതിന്റെ കൂടുതൽ വിചാരങ്ങളിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. തൽക്കാലം ജ്ഞാനസ്വരൂപം ഞാൻ അകർത്ത, ഞാൻ അഭോക്ത എന്ന് പറയുന്നു. കർമ്മസ്വരൂപം ഞാൻ ചെയ്യുന്നു, ഞാൻ കഴിക്കുന്നു, ഞാൻ ജീവിക്കുന്നു, ഞാനുണ്ട്, ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർമ്മസ്വരൂപം ഞാൻ കർത്താവെന്ന് അഭിമാനിക്കുന്നു. ആ അഭിമാനമാണ് ഇതിന്റെ എല്ലാം പ്രശ്നം. അപ്പോ ഞാൻ കർത്ത എന്ന് അഭിമാനിക്കും കർമ്മസ്വരൂപൻ. കർമ്മം ചെയ്യുമ്പോൾ ഞാൻ കർമ്മം ചെയ്യുന്നു, ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്. ഫലം, കർമ്മഫലം അനുഭവിക്കുന്നത് ആരാണ്? ഞാൻ തന്നെ, ഈ ശരീരത്തിലാണ്. അപ്പൊ ഞാൻ ഭോക്താവും കൂടെയാണ്. കർമ്മഫലം അനുഭവിക്കുന്നത് ഭോക്ത, കർമ്മം ചെയ്യുന്ന ആള് കർത്ത. അപ്പൊ കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോ എന്താ ഉണ്ടാവുന്നേ? അഹങ്കാരം ഉണ്ടാവും. ഞാൻ ചെയ്യുന്നു എന്നുള്ള അഹങ്കാരം ഉണ്ടാവുമല്ലോ. ഞാൻ ചെയ്യില്ലെന്ന് പറയാൻ പറ്റുമോ? ചെയ്യുന്ന കാര്യത്തെ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ തന്നെയാ ചെയ്യുന്നതെന്ന് പറയൂല്ലോ. അപ്പൊ മമകാരം എന്നില് ഉണ്ടാവും. കർമ്മം ചെയ്യുമ്പോൾ മമകാരം എന്നിലുണ്ടാവും, പ്രത്യക്ഷപ്പെടും. വേദത്തെ വെളിപ്പെടുത്തുകയും ചെയ്യത് ഇത് വേദവിധിയാണ്, ഇത് വേദവിധിയാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ യാഗം ചെയ്യുന്നു, വേദവിധിയാണ്, സന്ധ്യാവന്തനം ചെയ്യുന്നു, വേദവിധിയാണ്, മറ്റേ കർമ്മങ്ങൾ ചെയ്യുന്നു, ഗണപതി ഹോമം ചെയ്യുന്നു, ഇതെല്ലാം വേദവിധിയാണ്, വേദവിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിതാ ചെയ്യുന്നു, ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാനിതിന്റെ ബലത്തിന് വേണ്ടി ഞാൻ നോക്കിയിരിക്കും. അത് മോക്ഷമല്ലല്ലോ. അങ്ങനെയല്ലല്ലോ മോക്ഷത്തിലേക്ക് പോകുന്നേ. ജ്ഞാനം എന്ത് ചെയ്യും? ഇത് ശരിയായിട്ടുള്ള അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലാട്ടോ സംസാരിക്കുന്നത്. അത് ഓർമ്മ വേണേ. ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് ശങ്കരാചാര്യസ്വാമി പറഞ്ഞു തന്ന. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ജ്ഞാനം കിട്ടണ്ടേ. നമുക്കിപ്പോ ഇവിടെ നിന്ന് വെച്ചതൊന്നും നമുക്ക് മനസ്സിലാവില്ലായിരിക്കാം. പക്ഷെ കുറെ കാലം കേൾക്കുമ്പോഴാണല്ലോ മനസ്സിലാവുന്നത്. കേൾക്കാതിരുന്ന ഒരിക്കലും ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് കേൾക്കാം. എന്താ പറയുന്നത് സ്വാമി? ജ്ഞാനമാകട്ടെ വേദമില്ല, വേദമില്ല എന്ന് പറയുന്നു. വേദമില്ല, വേദമില്ല എന്നാ പറയണ ജ്ഞാനം. അവിടെ ഒന്നുമില്ല. ജ്ഞാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഇല്ല. അപ്പൊ ഇത് രണ്ടും എങ്ങനെ ചേരും? ഏത് സമുച്ചയം എങ്ങനെ നടക്കും? രണ്ടും രണ്ട് എക്സ്ട്രീമിലാ പോണേ. ഒരെണ്ണം വേദവിധി 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 എന്ന് പറയുന്നു. പിന്നെ ഒരെണ്ണം പറഞ്ഞു വേദമില്ല, വേദവും ഇല്ല, വേദമില്ല, വേദമേ ഇല്ലെന്ന് പറയുന്ന. അപ്പൊ ഇത് രണ്ടും ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജ്ഞാനം വരുന്നത് വരെ കർമ്മം ചെയ്യുക. അവിടെയാണ് സ്വാമി അതിനെ കൊണ്ട് കൊളുത്തിയത്. ജ്ഞാനം ഉണ്ടാകുന്നത് വരെ കർമ്മം ചെയ്യുക. ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ ജ്ഞാനത്തിലേക്ക് എത്താനും പറ്റില്ല. അപ്പൊ ആദ്യം ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് അതെന്തിനാണ് എന്നുള്ളത് ഇനി വരാൻ പോകുന്നു. അപ്പോ ജ്ഞാനം വരും വരെ കർമ്മം ചെയ്യുക. ജ്ഞാനത്തിലെത്തിയാൽ കർമ്മത്തെ വിടണം. ജ്ഞാനത്തിൽ എത്തിയാൽ കർമ്മത്തെ വിടണം. നാളെ മുതൽ എല്ലാവരും എല്ലാ പരിപാടിയും നിർത്തണമെന്ന് അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെയൊന്നും അല്ല. കാരണം നമ്മൾ ജ്ഞാനത്തിലൊക്കെ എത്തണമെങ്കിൽ എത്രയോ ജന്മങ്ങൾ കഴിയേണ്ടി വരും. ഇപ്പൊ ചെയ്യുന്ന പോലെയൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പൊക്കോട്ടെ. കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എന്താണ് ശങ്കരാചാര്യ സ്വാമികളും ഈ തത്വങ്ങളൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നാളെ രാവിലെ തൊട്ട് ഇനി പൂജ ചെയ്യുന്നില്ല, സന്ധ്യാവന്തനം ചെയ്യുന്നില്ല, അമ്പലത്തിൽ പോകുന്നില്ല എന്നൊന്നും പറയാൻ തക്കോണുള്ള യോഗ്യതയൊന്നും നമുക്കായിട്ടില്ല. പലരും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഭഗവത്ഗീതയില് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് വേദം കർമ്മമാണ്, വേദം ഉപേക്ഷിക്കണം, കർമ്മം ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ എവിടെയും വരെ തുമ്പും മുറിയും വായിച്ചിട്ട്
ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. ജ്ഞാനം വന്നാൽ ഇങ്ങനെയൊന്നും കാട്ടിക്കൂട്ടില്ല. ജ്ഞാനം എന്നുള്ളത് വേറെ, അതൊന്നും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എത്രയോ ജന്മം കഴിയണം ആ ജ്ഞാനം ആയി എന്നുള്ളൊരു ബോധ്യം വരണമെങ്കിൽ. ആ ബോധ്യം വരുമ്പോ ഇത് താനേ കൊഴിഞ്ഞു പോകും. ഉർവാരികമിവ ബന്ധന എന്ന് പറഞ്ഞ പോലെ തനിയെ കർമ്മങ്ങളിൽ വിരക്തി വന്ന് തന്നെത്താനത് മാറും. ഇപ്പൊ അതല്ല. ഇപ്പൊ എന്താ ചെയ്യാതിരിക്കാൻ എന്താ മാർഗം എന്നപ്പ ആലോചിക്കുന്നത്. ഒന്നും ചെയ്യാതിരുന്ന് വേറെ കുറെ രസിച്ചുകൊണ്ട് നടക്കാലോ. ആ നാമം ചൊല്ലുന്ന സമയം കൊണ്ട് TV കാണാലോ. അതാണ് ഇപ്പോഴത്തെ പരിപാടി. അമ്പലത്തിൽ പോകുന്ന സമയം കൊണ്ട് വേറെ എന്തെങ്കിലും സൊള്ളു പറഞ്ഞുകൊണ്ടിരിക്കാം. ഇങ്ങനെ എങ്ങനെയാണ് ഈ ആത്മീയ കാര്യങ്ങളെ വേണ്ടാന്ന് വെക്കുന്നതെന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. അതിന് ഈ വക വാക്യങ്ങളെ എടുത്ത് മുന്നോട്ട് വെക്കുകയും ചെയ്യും. ശങ്കരാചാര്യ സ്വാമി പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനം മതി. ജ്ഞാനം നമ്മുടെ മനസ്സിലല്ലേ ഉള്ളേ. ജ്ഞാനം മതി. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശങ്കരാചാര്യ സ്വാമി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെയൊന്നല്ല ആ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം. അപ്പോ രണ്ടും സമമായിട്ട് ചേർത്താൽ പറ്റില്ല എന്ന് തന്നെയാണ് സ്വാമി പറഞ്ഞത്. ആദ്യം ജ്ഞാനം വരും വരെ കർമ്മം ചെയ്യണം. ജ്ഞാനത്തിൽ എത്തിയാൽ കർമ്മത്തെ വിടണം. കാരണം ജ്ഞാനയോഗ വിചാരം തന്നെ, ജ്ഞാനയോഗ വിചാരം, നമ്മൾ അപ്പോൾ ചെയ്യുന്ന വിചാരം തന്നെ ഞാൻ അകർത്താവാണ്, ഞാൻ അഭോക്താവാണ് എന്നുള്ള ലെവലിലാണ് നമ്മൾ ചെയ്യുന്നത്. ആ ലെവലിൽ വരുമ്പോ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ള ആ ബോധത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോഴാണ് ഇതൊക്കെ വിടുന്നത്. അതുകൊണ്ട് സമുച്ചയം നടക്കില്ല എന്ന് ഭഗവാൻ അവിടെ തീർത്തു പറഞ്ഞു. ആദ്യം കർമ്മിയായി തന്നെ ഇരിക്കണം. അപ്പോൾ ജ്ഞാനഭാഷണം തലയ്ക്ക് മുകളിൽ കൂടെ പോകും. ഒരു ഫുൾ കർമ്മിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പൊക്കെ നമ്മുടെ അവസ്ഥ അത് തന്നെയാണ്. നമ്മൾ ഓരോ രൂപത്തെ ധ്യാനിക്കുന്നു, ഓരോ രൂപങ്ങളിൽ വിശ്വസിക്കുന്നു, ഓരോ രൂപങ്ങളുടെ പുറകെ പോകുന്നു. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി, സംസാര സാഗരത്തിലെ ദുഃഖ നിവൃത്തിക്ക് വേണ്ടി ഇതിന്റെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു, പുറകെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ പറഞ്ഞ ശങ്കരാചാര്യരുടെ വാക്കുകളൊക്കെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. ഉള്ളിലേക്കൊന്നും ഇപ്പൊ കയറത്തില്ല, മുകളിൽ കൂടെ പോവുക ഇപ്പൊ ഇതെല്ലാം. നാളെ രാവിലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ജ്യോത്സ്യന്റെ അടുത്ത് പോവും, എന്താണ് പരിഹാരം എന്നുള്ള കർമ്മം നോക്കും. അല്ലേ? ഇതല്ലേ നമ്മുടെ പരിപാടി. നമുക്ക് ധൈര്യമുണ്ടോ? നേരത്തെ നമ്മൾ തുടങ്ങിയത് എവിടുന്നാ? ധൈര്യമുണ്ടോ? ഇതിനൊക്കെ ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടും? കർമ്മത്തെ ഉപേക്ഷിച്ച് ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കാൻ, നിഷ്ഠനാകാൻ, ധ്യാനനിഷ്ഠനാകാൻ എങ്ങനെ ധൈര്യം വരും എന്നുള്ളതിലാണ് ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ജ്ഞാനയോഗിയാകാൻ ആഗ്രഹിക്കുമ്പോൾ അയാൾ കർമ്മത്തെ വിടണം. സംസാരിയായിട്ട് ഭോഗിയായിട്ടിരിക്കുമ്പോഴല്ല, യോഗിയായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കർമ്മത്തെ വിട്ടേ തീരൂ. കാരണം അഹങ്കാരം നീങ്ങണം. ഞാൻ എന്നുള്ള അത് നീങ്ങണം. കർമ്മം ചെയ്യുന്തോറും ഞാൻ എന്നുള്ള ചിന്ത ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കണം. കർമ്മം അഹങ്കാരത്തെ വളർത്തും. അതിനൊരു ഉദാഹരണം പറഞ്ഞ് റിലേ പോലെയാണെന്ന് പറഞ്ഞു. ഓട്ടത്തിലെ ഒരു ആചാര്യം പറഞ്ഞതാണ് റിലേ. ഓട്ടത്തില് റിലേ എങ്ങനെയാണ്? ഒരാളുടെ കയ്യിൽ നിന്ന് ആ റിലേ മേടിച്ചിട്ട്, ആ കമ്പ് മേടിച്ചിട്ട് അടുത്ത ആൾ ഓടും. രണ്ടുപേരും കൂടെ ഓടുവോ? അതും പിടിച്ചോണ്ട്? ഇല്ലല്ലോ. ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് മറ്റേ ആൾ ഓടും. അപ്പൊ ഒരാളുടെ പരിപാടി അവിടെ തീരും, മറ്റേ ആള് മുന്നോട്ട് പോകും. ഇതാണ് ജ്ഞാനകർമ്മം ചെയ്യുമ്പോൾ. ആദ്യത്തെ ആള് കർമ്മി, രണ്ടാമത്തെ ആള് ജ്ഞാനി. കർമ്മി അവിടെ കൊടുത്ത് അതുവരെ ആ ഫ്രസ്റ്റിൽ തന്നെ എത്തിച്ചിട്ട് രണ്ടാമത്തെ ആളത് മേടിച്ചോണ്ട് ഓടും. അയാളാണ് ജ്ഞാനമാർഗത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ആൾ. ആദ്യത്തെ ആളെ ഉപേക്ഷിച്ചു, താനും കൂടെ പോരാന്ന് പറഞ്ഞാൽ അയാളും കൂടെ ഓടിക്കുന്നില്ലല്ലോ. റിലേ മേടിച്ചോണ്ടങ്ങ് പോവല്ലേ ചെയ്യുന്നേ. അപ്പോ ആദ്യത്തെ ആള് കൊടുക്കുന്നതാണ് ചിത്തശുദ്ധി. പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ആള് ഓടി കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു ചിത്തശുദ്ധി. കർമ്മം എന്ത് തരുന്നു? ചിത്ത
ചിത്തശുദ്ധി, അതാണ് കർമ്മം തരട്ടെ. മറ്റു ഫലങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ ചിത്തശുദ്ധി ഉണ്ടാകില്ല. കർമ്മം ചെയ്യുമ്പോ ഫലം ഈശ്വരൻ തരട്ടെ എന്ന് ഫലത്തിൽ ഇച്ഛിക്കാതെ, ആ കർമ്മം ഇന്നെ തന്നെ ഉള്ളതാണ് നമുക്കറിയാം, പക്ഷെ ഫലത്തിന് ഇച്ഛിക്കണ്ട, ഈശ്വരന്റെ പാദത്തിലോട്ട് വിടൂ, എനിക്ക് അർഹതയുണ്ടെങ്കിൽ കിട്ടിയാൽ മതി. അങ്ങനെ അത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് കർമ്മം ചെയ്യണം എന്നുള്ള രീതിയിൽ കർമ്മം ചെയ്ത്, അപ്പോ എന്തുണ്ടാവും? ചിത്തശുദ്ധി ഉണ്ടാവും, മനഃശുദ്ധി ഉണ്ടാകും. കാരണം അവിടെ ഒരു ടോട്ടൽ സറണ്ടറിലേക്ക് പോവാൻ ആ മനസ്സോടുകൂടി ചെയ്യണം. സറണ്ടറിലേക്ക്, ആ കർമ്മങ്ങളെ ഉപയോഗിക്കുന്നത് ടോട്ടൽ സറണ്ടറിൽ കൂടി ചിത്തശുദ്ധിയിൽ ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കണം ആ കർമ്മങ്ങളെ. അങ്ങനെ ആ രണ്ടാമത്തെ ആള് ഈ ചിത്തശുദ്ധിയും കൊണ്ട് ഓടും മോക്ഷത്തിലേക്ക്, ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തും. അപ്പൊ കർമ്മത്തെ എവിടെ ഉപേക്ഷിച്ച്? ചിത്തശുദ്ധി കൈവന്ന ശേഷം ഉപേക്ഷിക്കും. ചിത്തശുദ്ധി ആയോ എന്ന് അവനവന് തന്നെ മനനം ചെയ്ത് അറിയാൻ സാധിക്കുന്നതാണ്. എല്ലാവരെയും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ? എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്റെ കയ്യിലുള്ള ധനവും പണവും ഒക്കെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുള്ള മനസ്സെനിക്കുണ്ടോ? ഇതെന്റെ എന്നുള്ള തോന്നൽ എന്നിൽ നിന്ന് മാറിയോ? ഇതെല്ലാം ഈശ്വരൻ്റെതാണ്, ഈശ്വരൻ തന്നതാണ്, എടുക്കാനും ഈശ്വരനാണ് അധികാരം എന്നെനിക്ക് ചിന്തിച്ചാൻ ഞാൻ ചിന്തിച്ചു തുടങ്ങിയോ? അങ്ങനെ ചിത്തശുദ്ധിയെ കുറിച്ച് ചിന്തിക്കാൻ ധാരാളമുണ്ട്. ഓരോ നിമിഷവും ചിന്തിക്കാം, ചിത്തശുദ്ധി കൈവന്ന ആളാണോ ഞാൻ? ഓരോ പ്രവൃത്തിയിലും, ഓരോ വാക്കിലും, ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും, ഓരോരുത്തരുടെ സംസാരം കേൾക്കുമ്പോഴും, ഓരോരുത്തരോട് ഇടപഴകുമ്പോഴും ഞാൻ ചിത്തശുദ്ധി കൈവരിച്ചുവോ എന്ന് ചിന്തിക്കാൻ സാധിക്കും നമുക്ക്. എപ്പോ ഒരിക്കൽ അങ്ങനെ ചിന്തിച്ച് ഓക്കെ ആയി എന്ന് തോന്നുന്നു, അന്ന് കർമ്മത്തെ ഉപേക്ഷിക്കണം. കാരണം എന്താ? അടുത്ത ലക്ഷ്യം സാക്ഷാത്കാരമാണ്. വേറൊന്നിനോടും എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ആത്മാവാണ് തിരിച്ചറിഞ്ഞ് ഈ ബ്രഹ്മം എന്ന് പറയുന്ന ആ സർവശക്തി എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന, എന്നും നിലനിൽക്കുന്ന അഖണ്ഡ സച്ചിദാനന്ദത്തിലേക്ക് ഞാൻ വിലയം പ്രാപിക്കണം. ഞാൻ അത് തന്നെ എന്ന് ബോധ്യം എന്നിൽ ഉണ്ടാവണം. ഞാൻ അങ്ങനെ ആയി മാറും. ഉണ്ടാകലല്ല, ഞാൻ അതാണ്. ആ സത്യം എനിക്ക് ബോധ്യപ്പെടണം. ഞാനതാണല്ലോ, അതാണല്ലോ എല്ലാം പറഞ്ഞു തരുന്നേ. നീ അതാണ്, തത്വമസി എന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അതാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോ കർമ്മത്തെ ഉപേക്ഷിക്കണം. പിന്നെയും പിന്നെയും കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ, നേരത്തെ പറഞ്ഞ പുണ്യകർമ്മങ്ങൾ, ഒരുപാട് പുണ്യകർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരുന്നാൽ പുണ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. വീണ്ടും പുണ്യം അനുഭവിക്കാനായിട്ട് ജന്മം എടുക്കേണ്ടി വരും. ജ്ഞാനോദയം കൊണ്ട് മാത്രമേ ആ പുണ്യത്തെ കളയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ പുണ്യവുമില്ല പാപവുമില്ല. ആ കർമ്മങ്ങൾ, അതായത് ആ ജ്ഞാനാവസ്ഥയിൽ എത്തിയ ശേഷമുള്ള സിദ്ധന്മാരൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ പാപം പുണ്യമൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവരതിനൊക്കപ്പുറം കടന്നുപോയി കഴിഞ്ഞവരാ. ഫലമില്ല, ഒരു കർമ്മത്തിനും ഫലം ഉണ്ടാവില്ല അവർക്ക്. അപ്പോ ഈ സ്റ്റേജില്, ഏത് സ്റ്റേജില്? ഇപ്പൊ ഈ പറഞ്ഞ ചിത്തശുദ്ധി കൈവന്നിരിക്കുന്നു, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിർത്തണമെന്ന് വേദം പറയുന്നു. ഒരു വേദന മനസ്സിലുണ്ടാവും ഈ സമയം. എങ്ങനെയാ വേദന ഉണ്ടാകുന്നത്? വേദത്തില് പകുതി ഭാഗവും കർമ്മകാന്ഡമാണ്. അപ്പോ അത് അനർത്ഥമാണോ ആ പകുതി ഭാഗം? വലിയൊരു മനസ്സിന് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നൊരു സമയമാണ്. ചിത്തശുദ്ധി കൈവഞ്ഞു എന്ന് നമ്മൾ ഓർക്കുന്നു,
നമ്മൾ കുറെ സാധനകൾ ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. കർമ്മത്തെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നു. വേദത്തിന്റെ പകുതി ഭാഗവും കർമ്മമാണ്. അപ്പൊ ഇത് അനർത്ഥമാണോ? ശങ്കരാചാര്യ സ്വാമി പറയുന്നു, ജ്ഞാനയോഗിക്ക് അത് അനർത്ഥം തന്നെ. ജ്ഞാനയോഗിക്ക് അത് അവിടെ ഉപേക്ഷിക്കാം, ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല. കാരണം അയാൾ ജ്ഞാനയോഗി എന്ന ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അനർത്ഥം തന്നെ. അപ്പോ ഈ ചോദ്യം എത്ര പേര് ചോദിക്കും? ഇത് അനർത്ഥമാണോ? ഈ വേദന എത്ര പേർക്ക് ഉണ്ടാകും? എത്ര പേര് കാണും ലോകത്തില്? രണ്ടു പേർക്ക് ഇത് അർത്ഥവത് ആണ്, ഈ കർമ്മകാണ്ഡമല്ല. രണ്ടുപേർക്ക്, രണ്ടു കൂട്ടർക്ക്, രണ്ടുപേര് രണ്ടാളല്ല, രണ്ടു കൂട്ടർക്ക് ഇത് അർത്ഥവത്താണ്. ഏത്? ഈ കർമ്മകാണ്ഡം. ആരൊക്കെയാണ് അവര്? ഒന്ന് അജ്ഞാനി. അജ്ഞാനി എന്ന് പറഞ്ഞാൽ ആരാണ്? സാധാരണ സംസാരി. അതായത് എല്ലാ ആഗ്രഹങ്ങളോടുകൂടി ഭോഗങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ഭോഗസാധനമാണ് പ്രയോജനം എന്ന് വിചാരിച്ചുകൊണ്ട് ഭോഗങ്ങളിൽ കൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുക. പല കർമ്മങ്ങളും ചെയ്യുക, അതിന് ഫലം അനുഭവിക്കുക, ഗുണം ചെയ്യുക, പിന്നെ ചെയ്യുക, പല പല കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ സുഖം അനുഭവിച്ചുകൊണ്ട് സുഖമാണെന്ന് ധരിക്കുന്നു, പിന്നെയും ദുഃഖം വരും, പിന്നെയും സുഖം വരും, പിന്നെയും ദുഃഖം വരും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അജ്ഞാനി. അജ്ഞാനിക്ക് ഇതിനെ കുറിച്ചുള്ള യാതൊരു ചിന്തകളും ഇല്ല. ഓരോ കർമ്മം ചെയ്യുക, അതിന് ഫലത്തിന് വേണ്ടി കർമ്മം ചെയ്യുക, ഫലത്തിന് വേണ്ടി കർമ്മം ചെയ്യുക. ഫലമല്ലാതെ ഒരു കർമ്മം ചെയ്യില്ല, ഫലത്തിന് വേണ്ടി അല്ലാതെ. ഫലകാംക്ഷയോട് കൂടി അല്ലാതെ ഒരു കാര്യം ചെയ്യത്തില്ല. എല്ലാം ഫലകാംക്ഷയോട് കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ, അതാണല്ലോ ഏറ്റവും കൂടുതൽ. അവർക്കൊക്കെ ഇത് അർത്ഥവത് ആണ്. ഏത്? കർമ്മകാണ്ഡം. പിന്നെ ആർക്കാണ്? മുമുക്ഷുക്കൾക്കും അർത്ഥവത്താണ്. മുമുക്ഷുക്കൾക്കും അർത്ഥവത്താണ്. ആരാണ് മുമുക്ഷു? സാക്ഷാത്കാരം ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ മുമുക്ഷു. മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷം കിട്ടിയ ആളല്ല, മുമുക്ഷു. അതിനെ ആഗ്രഹിക്കുന്നവരാണ് മുമുക്ഷു. ആ പാതയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മുമുക്ഷു. ആ മുമുക്ഷുക്കൾക്ക് കർമ്മകാണ്ഡ അർത്ഥവത്താണ്. കാരണം എന്താണ്? ചിത്തശുദ്ധിയെ കൊടുക്കുന്നു. കർമ്മം ചെയ്ത് ചിത്തശുദ്ധി കിട്ടിയിട്ട് വേണമല്ലോ. അപ്പൊ അവർക്കും ഇത് ആവശ്യമാണ്. കർമ്മം ചെയ്യണം, അപ്പോ ചിത്തശുദ്ധി ഉണ്ടാകും. ചെയ്ത് 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 ചിത്തശുദ്ധി ഉണ്ടാകണം. അതിലോട്ട് വേണം ഈ കർമ്മങ്ങളെ കൊണ്ടെത്തിക്കാൻ. അതിനാൽ അവർക്ക് പ്രയോജനമുണ്ട്. അവരുടെ പ്രയോജനം എന്താണ്? ഭോഗമല്ല, ചിത്തശുദ്ധിയാണ്. അജ്ഞാനിയുടെ ഫലം, അജ്ഞാനിക്ക് കർമ്മം കൊണ്ടുള്ള പ്രയോജനം വീണ്ടും ബന്ധനത്തിലേക്ക് വരുന്ന ഭോഗസുഖങ്ങൾ. മുമുക്ഷുക്കൾക്ക് ചിത്തശുദ്ധിയാണ് കർമ്മകാണ്ഡം പ്രദാനം ചെയ്യുക. അപ്പോ ഏത് ഗ്രൂപ്പിൽ പെടണം എന്നിപ്പോ തീരുമാനിച്ചോളുക. മുമുക്ഷുവിൽ പെടണമെങ്കിൽ ചിത്തശുദ്ധിക്ക് വേണ്ടിയായിരിക്കണം ചെയ്യുന്ന ഓരോ കർമ്മവും എന്ന് തീരുമാനിക്കുക. ലോകത്തില് ഈ രണ്ടു കൂട്ടർ എപ്പോഴും ഉണ്ടാവും. നമ്പറിൽ ഭയങ്കര വ്യത്യാസം കാണുന്നുള്ളൂ. 99 പേര് അജ്ഞാനിയാണെങ്കിൽ ഒരാള് മുമുക്ഷു കാണും. അതിനാൽ ഒരിക്കലും വേദം അനർത്ഥമാകില്ല. കാരണം എപ്പോഴും സംസാരികൾ ഇവിടെ നിറഞ്ഞിരിക്കും ലോകത്തിലെ, പ്രപഞ്ചത്തില്. അതുകൊണ്ട് വേദം അനർത്ഥമാകില്ല. ആ കർമ്മകാണ്ഡം മുഴുവൻ അർത്ഥവത്തായിട്ട് തന്നെ ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കും, ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഒരിക്കലും അനർത്ഥമാകില്ല. മുമുക്ഷുക്കൾക്കും അതിന്റെ ആവശ്യമുള്ളത് കൊണ്ട് അവിടെയും അനർത്ഥമാകില്ല. മുമുക്ഷുക്കള് ജ്ഞാന സമ്പാദനത്തിന് ചിത്തശുദ്ധി ഉണ്ടാകാവുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത 4-ാമത്തെ ചോദ്യം, ജ്ഞാനം കൊണ്ട് മോക്ഷം, ജ്ഞാനത്തിന് കർമ്മം സഹായം. ജ്ഞാനത്തെ മെയിനായിട്ട് എടുത്തു, കർമ്മം ഒരു സഹായിയായിട്ട് മാറി. അപ്പോൾ കർമ്മത്തെ വിടുന്നില്ല, അയാൾ അവിടേക്ക് വന്നു. കർമ്മത്തിന്റെ ആദ്യം കർമ്മം മാത്രം എന്ന് പറഞ്ഞു, രണ്ടാമത് സ്വല്പം ജ്ഞാനം എന്ന് പറഞ്ഞു, മൂന്നാമത് ജ്ഞാനവും കർമ്മവും ഈക്വൽ എന്ന് പറഞ്ഞു, മൂന്നാമത്
നാലാമത് ജ്ഞാനത്തെ മെയിനായിട്ട് എടുത്തു, പക്ഷെ ഇത്തിരി കർമ്മം കൂടെ വേണ്ടേ എന്ന് ചോദിച്ചു. ജ്ഞാനം കൊണ്ട് മോക്ഷം, ജ്ഞാനത്തിന് കർമ്മം സഹായിക്കില്ലേ? അങ്ങനെ ഉണ്ടല്ലോ, ചെയ്യുന്നുണ്ടല്ലോ എന്ന് പൂർവപക്ഷി പറഞ്ഞു. അതിനൊരു ഉദാഹരണം പറഞ്ഞ് യോഗാസനത്തിന്റെ കാര്യം പറഞ്ഞു. കാരണം യോഗ എന്നുള്ളത് ജ്ഞാനം ഉണ്ടായാൽ മതിയോ? യോഗ പഠിച്ച ഒരാൾ അതിന്റെ ജ്ഞാനം പുസ്തകമൊക്കെ വായിച്ച് യോഗയെ കുറിച്ചൊരു ജ്ഞാനമുണ്ടായി, അയാൾക്ക് പ്രയോജനം ഉണ്ടാവുമോ? അവര് പറയണ ഉദാഹരണം, യോഗ ജ്ഞാനമുണ്ടായി, യോഗാഭ്യാസത്തെ കുറിച്ചുള്ള ജ്ഞാനം, പ്രയോജനം ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അയാൾ യോഗ ചെയ്താലല്ലേ ആ ശരീരത്തിന് പ്രയോജനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിന് പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെയല്ലേ ജ്ഞാനത്തിന്റെ കാര്യവും? ജ്ഞാനം മാത്രം മതിയോ? കർമ്മം കുറച്ച് ചെയ്യണ്ടേ എന്നാണ് ചോദ്യം. ഇവിടെ സ്വാമികള് പ്രധാനപ്പെട്ട ചില തത്വങ്ങൾ പറയാൻ പോവാണ്. അപ്പൊ നമുക്ക് സമയം ഇന്ന് അത് തുടങ്ങിയാൽ നമുക്ക് തീരില്ല. അപ്പൊ ആ പ്രധാനപ്പെട്ട ചില തത്വങ്ങൾ ശങ്കരാചാര്യർ പറയുന്നതിന് നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. സ്വാമി എന്താ പറയണേന്ന് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ജ്ഞാനം കൊണ്ട് മോക്ഷം, ജ്ഞാനത്തിന് കർമ്മം സഹായം ചെയ്യുമോ? ചെയ്യുന്നുണ്ടല്ലോ എന്ന് യോഗാസനത്തെ ഉദ്ധരിച്ചുകൊണ്ട് യോഗയെക്കുറിച്ചുള്ള ജ്ഞാനം അതിന്റെ ഫലം തരുമോ? ഇല്ലല്ലോ. കർമ്മവും കൂടെ ചെയ്താലല്ലേ തരുള്ളൂ. അതുകൊണ്ട് ജ്ഞാനം മാത്രം ഉണ്ടായാൽ പോരല്ലോ, സ്വല്പം കർമ്മം കൂടെ വേണ്ടേ സഹായത്തിനായിട്ട് എന്നുള്ള ചോദ്യത്തില് സ്വാമി മറുപടി പറയാൻ പോകുന്നുണ്ട്. ആ മറുപടി നമുക്ക് അടുത്ത ദിവസം നോക്കാം. തന്നെത്താൻ ഒരു ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും മറുപടി എന്ന്. എന്തെങ്കിലും വിശേഷം ഉണ്ടാവുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. സായിറാം. എല്ലാവർക്കും നമസ്കാരം. ഹരിഹി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. സായിറാം സാർ. സായിറാം സാർ. സായിറാം സാർ.